ഇത് 12 വർഷത്തിന് മുന്നേ ചെയ്ത സാരിയാണ്. അന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് പോയാണ്. ഇന്ന് ഇതിന് എന്ത് വില വരും? ഇന്നൊരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയാവുന്നു. ഇതിന്റെ വില എത്രയെന്നറിയോ? 1600 രൂപയാണ്. ഇത്രയും കസവിന്. ധനകാര്യമന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ ഇവിടെ ഓർഡർ കൊടുത്തിട്ട് ചെയ്ത സാരിയാണ് കേട്ടോ. എല്ലാവരും കൈത്തറി വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എന്താണ് ഒറിജിനൽ കൈത്തറി സാരി എന്ന് കാണിക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന കുറച്ച് സാരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ സാരിയൊക്കെ 250 രൂപയ്ക്ക് മുകളിലുണ്ട്. എന്നാൽ കൈത്തറി വസ്ത്രങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ഒറിജിനൽ കൈത്തറി വസ്ത്രങ്ങൾക്ക് സ്റ്റാർട്ടിങ് പോലും 3000-ന് മുകളിലാണ്. അങ്ങനെ കുറച്ച് ഒറിജിനൽ കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 1 ലക്ഷം രൂപയ്ക്ക് വരെ സാരി നെയ്തു കൊടുക്കുന്നതാണ്. പുടവയാണ് കേട്ടോ. ഇത് പുടവയാണ് നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 2ാം തരം കസവാണ്. ഇതിന് പോലും 6000 രൂപ വില വരുന്നതാണ്. കളറായിട്ട് മിക്സ് വരുന്ന ഒരു സാരിയാണ്. ഇതിന് 4500 രൂപ വില വരുമെന്നാണ് പറയുന്നത്. ഇത് നല്ലപോലെ കഴുകി നനച്ച് കൊടുക്കാൻ പറ്റുന്ന സാരികളാണ്. അതാണ് കൈത്തറി വസ്ത്രങ്ങളുടെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, മുണ്ടാണ്. ഒറിജിനൽ കസവ് മുണ്ടാണ്. നമ്മൾ ഈ സാധാരണ കസവ് മുണ്ടൊക്കെ കിട്ടുന്ന വിലയ്ക്കല്ല ഈ മുണ്ട് കിട്ടുന്നത്. ഇതിന് എത്ര രൂപ വരും? 7000 രൂപ ഈ ഒറിജിനൽ കസവ് മുണ്ടിന്. അപ്പം ഇത് 2ാം തരം കസവിലെ മുണ്ടാണ്. ഇതിന് വില വരുന്നത് 1600 രൂപയാണ്. ഇത് മാത്രം ഉപയോഗിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. കൈത്തറി വസ്ത്രം, കൈത്തറി മുണ്ടേ ഉടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. അവർക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം. ഇത് ഉപയോഗിച്ചാൽ പിന്നെ മറ്റു മുണ്ടുകളൊന്നും അവർക്ക് ഉപയോഗിക്കാൻ തോന്നത്തില്ല. ചേച്ചി എത്ര വർഷം കൊണ്ടാണ് ഇവിടെ നെയ്യാൻ തുടങ്ങിയത്? 35 വർഷം. 35 വർഷമായി. ഈ ഒരു സാരി എത്ര ദിവസം കൊണ്ട് നെയ്ത് തീരും? ഇത് സാരിയല്ല, ഇത് പുടവയാണ്. സെറ്റുമുണ്ട്. 2 ദിവസം. 2 ദിവസം വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. കസവ് 1ാം തരാണോ 2ാം തരാണോ? 2ാം തരം. ഇതിനെ പോലെ എത്ര വരും ചേച്ചി വില? 6000. ഇതിനെ പോലെ 6000 രൂപയാണ് വില. നമ്മളിപ്പോൾ 2ാം തരം കസവിൻ്റെ സാരിയാണ് കണ്ടത്. ഇനി ഇതിൻ്റെ 1ാം തരം കസവ് സാരി നമുക്കൊന്ന് കാണാം. ഇതാണ് 1ാം തരം കസവ് സാരി. ഈ 1ാം തരം കസവ് സാരിക്ക് പോലും വരുന്ന വില എത്രയെന്നറിയോ? സ്റ്റാർട്ടിംഗ് വില 25000 രൂപയാണ്. അത് ഇവിടെ വന്ന് വാങ്ങിയാൽ മാത്രം ഈ വിലയ്ക്ക് കിട്ടും. ഇത് കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ 10000 രൂപ എക്സ്ട്രാ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇവിടെ ഡയറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ബാലരാമപുരത്ത് ഏറ്റവും കൂടുതൽ 1ാം തരം കസവ് സാരി നെയ്തെടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഒരുപാട് നെയ്ത്തുകാർ അവാർഡ് വാങ്ങിയ ഒരു സ്ഥലം കൂടിയാണ്. ഇത് ഒരു 2 ഗ്രാം കസവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ വില എത്രയെന്നറിയോ? 1600 രൂപയാണ്. ഇത്രയും കസവിന്. ഈ സാരിയുടെ കസവ് പിന്നീട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കാശ് കിട്ടും കേട്ടോ. അത് സ്വർണത്തിൻ്റെ വിലയോട് അടുപ്പിച്ചിട്ടുണ്ട് ഈ കസവ് സാരിക്ക്. ഈ കസവ് സാരി ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ വീട്ടിലൊക്കെ ചെമ്പൊക്കെ വാങ്ങി വെക്കുമല്ലോ, ചെമ്പ് വിളക്ക്, അതൊക്കെ കൊടുത്താൽ എങ്ങനെയായിരിക്കും നമുക്ക് വില കിട്ടുന്നത്? ചിലപ്പോൾ വാങ്ങിയതിനേക്കാളും കൊടുക്കുമ്പോൾ ഇരട്ടി വില കിട്ടുന്ന സമയം കാണും. വാങ്ങിച്ചിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും നമ്മൾ അതൊക്കെ കൊടുക്കുന്നത്. അതുപോലെ ഈ സാരി വാങ്ങിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് കൊടുത്താലും നമുക്ക് ഈ സാരിയുടെ വില തന്നെയായിരിക്കും കിട്ടുന്നത്. അത്രയ്ക്കും വിലയുണ്ട് ഈ കസവിന്. ഇത് സെറ്റും മുണ്ടുമാണ് ഇപ്പം നെയ്യുന്നത്. ഈ സാരിക്ക് പോലും 30000 രൂപ വിലയുണ്ടല്ലേ? ഉൽപ്പാദന വില. ഇവിടുത്തെ വില പോലും 30000 രൂപയാണ്. കണ്ടോ ഈ സാരിയുടെ കളറൊക്കെ കണ്ടോ? ഒരു നൂലിഴ പോലും പൊട്ടാതെ അത്രയും ശ്രദ്ധയോടെ ആയിരിക്കണം ഒരു സാരി നെയ്തെടുക്കേണ്ടത് അല്ലേ? ഇതിപ്പോൾ എന്താ ചെയ്യുന്നേ? ഇത് മാമ ഇവിടെ എത്ര വർഷമായി ജോലിക്ക് വന്നിട്ട്? 8 വർഷമായി. ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് ഇദ്ദേഹം. പേര് രാമചന്ദ്രനാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് കൈത്തറിയുണ്ട് കേട്ടോ. അപ്പം ഇവിടെ മാത്രമാണ് ഈ 1ാം തരം കസവ് നെയ്യുന്നത് ഞങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഇതെന്താണ്? ഇത് അച്ച്. ഇത് പലവെളി സാധനം ആശാരി വിട്ട് കൊത്തിച്ചെടുക്കണം. പലവെളി വെച്ച് ഇത് കൊത്തിയെടുക്കണം. കൊത്തിയെടുത്തിട്ട് ഇതിനൊരു ഫ്രണ്ടുണ്ട്. ഇത് നിങ്ങൾ ഓർഡർ കൊടുക്കുമല്ലേ? ഡിസൈൻ നിങ്ങൾ തരണ ഓർഡർ. കുറെ ബ്ലോക്ക് ഉണ്ട്. ഇത്രയും കാലം കൊണ്ട് തന്നെ ഒരു മുറി നിറച്ച് ബ്ലോക്ക് കിടക്കുകയാണ്. ഇതൊരു കളറാണ്. ഈ കളർ ഞാൻ പുരട്ടും. ഇതിപ്പോ എന്ത് കളറാണ് ഇതിൽ പുരട്ടിയ? ഗോൾഡ് ആണ് വരുന്നത്. ഇത് ഗോൾഡ് കളറാണ്. കണ്ടോ ഈ കളർ? ഇത് സ്വർണം ക്ലീൻ ചെയ്യണ കളറാണ്, പൊടിയാണ്. ഓ, സ്വർണം ക്ലീൻ ചെയ്യണ പൊടി. നമ്മളിപ്പം എന്തെങ്കിലും ഉരുക്കി സ്വർണം ഉണ്ടാക്കിയ ശേഷം ഈ കളർ പുരട്ടുമ്പോഴാണ് കളർ കിട്ടണ ഫിനിഷിങ് കിട്ടണത്. അതിന്റെ ഇടയിലൊന്നും അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പാടില്ല. അത് ശ്രദ്ധാപൂർവമായിരിക്കണം. ഇതിൽ മാത്രമേ തടിയിൽ മാത്രമേ നിൽക്കാവൂ.
ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. ഇനി ഈ ഡിസൈൻ എങ്ങനെയാണ് ഈ സാരിയിൽ പതിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് ലെവലാ പതിക്കണം. ഓ കണ്ടോ, ഇതിപ്പോ അറിയാൻ പറ്റില്ല, ഉണങ്ങിയതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കസവാണ്, ഇത് ഈ കളറാണ്. ഈ കളർ നോക്കിയ ഈ അച്ച് നോക്കിയാണ് പിന്നെ എടുക്കണത്. ഓ സാരി ഉണ്ട് ഇതിന്റെ ഇനി ഇതിന്റെ ഇടയിൽ കസവ് കയറ്റും. ഇതെല്ലാം കസവ് അതേപോലെ കയറ്റണം. ഓ ഡിസൈൻ ചെയ്യും. അത് കൊരുത്ത് തന്നെ എടുക്കണം. ഈ കൈത്തറി വസ്ത്രം നെയ്തെടുക്കുന്നത് പരുത്തി പഞ്ഞിയിലാണ്. പരുത്തി പഞ്ഞിയിൽ നിർമ്മിച്ച നൂലാണ്. ഇതാ നോക്കിയത് നല്ല കോട്ടൺ ആണ്, ഒറിജിനൽ കോട്ടൺ ആണ്. നല്ല പോലെ നമുക്ക് നനച്ചൊടുക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ്. അതെ, അത് ഒറിജിനൽ നൂലാണ്. നമ്മളെ അവിടെ അച്ചിൽ കണ്ട ഒരു സാരിയാണിത്. ഇതിന്റെ വില 40,000 രൂപയാണ്. കടയിൽ ചെല്ലുമ്പോൾ 60,000 രൂപ ആണല്ലേ? കടയിൽ ചെല്ലുമ്പോൾ 60,000 രൂപ ആകുമെന്നാണ് പറയുന്നത്. കണ്ടോ, നമ്മൾ അവിടെ ഈ പീകോക്ക് ഡിസൈൻ കണ്ടല്ലോ, ആ പീകോക്ക് ഡിസൈൻ ആണ് ഈ സാരിയിൽ പതിച്ചിരിക്കുന്നത്. അകവും പറവില്ല, രണ്ട് സൈഡും ഒരുപോലെയാണ്. അപ്പൊ ഇത് ഇവിടെ സ്ഥിരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1-2 അല്ല, ഒരുപാട് പീസുണ്ട്. അപ്പം 100 പീസുണ്ട്, 100-മേൽ പീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഓർഡർ അനുസരിച്ചല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും കേട്ടോ. ഇതാണ് സാരിയുടെ മുന്താണി വരുന്ന ഭാഗം. കണ്ടോ, ഇപ്പം നിലവിൽ 40,000 രൂപയുടെ സാരിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എത്ര ഡിസൈൻ വേണോ അത്രയും ഡിസൈൻ കൊടുക്കുമ്പോൾ അതിന്റെ റേറ്റ് മാറും. 40 എന്ന് പറയുന്നത് പിന്നെ 80 ആവും. ആ റേറ്റ് 1 ലക്ഷം 1.5 എത്ര രൂപയ്ക്ക് വേണോ ഇവിടെ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് സ്വർണ്ണ നൂലാണ്. അതാണ്, ഇത് സ്വർണ്ണ നൂലാണ്. നോക്ക, കണ്ടോ, ഇത് സ്വർണ്ണ നൂലാണ്. ഇതൊരു കല്യാണത്തിന് ഒരു പാർട്ടി വന്ന് അന്നത്തെ ഒരു എഞ്ചിനീയറും ഒരു HES കമ്മീഷനുമായിട്ടാണ് ഇവിടെ വരുന്നത്. അവർ രണ്ടും കൂട്ടാണ്, നമ്മൾ അറിയുന്നില്ല. അപ്പോഴേക്കും അവരൊരു സാരിയുടെ ഈ സിമ്പിൾ കൊണ്ടുവന്നു. ഡിസൈൻ അവർ കൊണ്ടുവന്നു. ഡിസൈൻ ഇങ്ങനെയല്ല കൊണ്ടുവന്ന, ഇതിന്റെ ഒരു സിമ്പിൾ കൊണ്ടുവന്നു, ചെറുതൊന്ന് കൊണ്ടുവന്നു. ഇതിനെ ഒരിക്കൽ സാരി ആക്കണമെന്ന് പറയും. അതിനെ നമ്മൾ വലിപ്പം കൂട്ടി പിന്നെ അച്ചിലാക്കി തടിയിലാക്കി ഇതിനെ കൊത്തി നെയ്തു. അപ്പോഴേക്കും അവർക്ക് സാരിയായി. ഇത് യഥാർത്ഥത്തിൽ ഇത് വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കമ്മലിന്റെ തൂക്കാണ്. കമ്മലിന്റെ തൂക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കമ്മലിന്റെ തൂക്ക് കൊണ്ടുവന്ന് ഇവിടെ തന്നു. തൂക്കിനാണ് ഇതിനാക്കിയത്. അതിനാണ് ഇങ്ങനെ ഡിസൈൻ ആക്കിയത്. ഇതിന് എത്ര രൂപ വില വരും? ഇത് 40,000 രൂപ. ഇതിന് കൊടുക്കാൻ താലിച്ചുട്ടി ഇതാക്കി. താലിച്ചുട്ടി ഇത് കമ്മലിന്റെ തൂക്കമായി സാരിയായി അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ യഥാർത്ഥം നമ്മൾ പേരിട്ടേക്കുന്നത് താലിച്ചുട്ടി എന്നാണ്. അവരവരുടെ ഐഡിയ അനുസരിച്ച് ഇങ്ങനെ സാരിയൊക്കെ നമുക്ക് നെയ്തെടുക്കാം. അവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. അതുപോലെ നെയ്ത് തരുന്നതാണ് കേട്ടോ. ഇത് 7,500. ഇത് 7,500 അല്ലേ? അപ്പൊ എന്താ കണ്ട, ഫുള്ള് ഇത് ലൈൻ വരുന്ന ടൈപ്പാണ്. ഇതിന്റെ വില വരുന്നത് 7,500. ഇത് സാരിയാണ്, സെറ്റ് മുണ്ടാണ് കേട്ടോ. ഈ കല്യാണത്തിനൊക്കെ പുടവ കൊടുക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് അത് അവർക്ക് അങ്ങനെ ഉറപ്പായിട്ട് കൊടുക്കേണ്ട ഒരു ചടങ്ങുണ്ട്, പുടവ കൊടുക്കൽ ചടങ്ങ്. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള സാരികളാണ് മിക്കവരും വാങ്ങുന്നത്. പ്ലെയിൻ ആണ്. ഇത് 6,500 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇനി ഇതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി കാണിച്ചു തരാം. നമ്മൾ ആദ്യം കണ്ടത് സെക്കൻഡ് ക്വാളിറ്റി ആണ്. ഇതാ കണ്ടോ, ഇത് ഫസ്റ്റ് ക്വാളിറ്റി. ഇതിന്റെ വില എത്ര വരും? ഇതിന്റെ വില 30,000 രൂപ. ഇതിന് 30,000 രൂപയാകും. കാണുമ്പോ രണ്ട് കസവും ഒരേ കളറിലാണ്. ഇതെങ്ങനെയാണ് കൂടിയതും നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റിയും തിരിച്ചറിയാൻ പറ്റുന്നത്? ഇത് ചുരുണ്ടിരിക്കും. കൂടിയതിനാണോ കൂടിയതിന് ഇതുപോലെ ചുരുണ്ടിരിക്കും, അറ്റം ഇങ്ങനെ ചുരുണ്ടിരിക്കും. ഇത് സെക്കൻഡ്. ഇത് സെക്കൻഡ് ക്വാളിറ്റി. ഇത് ചുരുണ്ടിട്ടില്ല. ഇതിന്റെ അറ്റം ചുരുണ്ടിട്ടില്ല. രണ്ടിന്റെ വ്യത്യാസം നോക്ക്. ഒറിജിനൽ കസവ് ഇങ്ങനെ ചുരുണ്ട് കിടക്കും. സെക്കൻഡ് ക്വാളിറ്റി കസവാണെങ്കിൽ ഇതേ രീതിയിലേ കിടക്കത്തുള്ളൂ. ഇത് ചുരുണ്ട് പോകത്തില്ല. പലരും നമ്മള് ഒറിജിനൽ എന്ന് പറഞ്ഞായിരിക്കും 2ാം തരം കസവ് എടുത്തിട്ട് പോകുന്നത്. ഈ കാണുന്നതെല്ലാം 40,000 രൂപയുടെ സാരിയാണ് കേട്ടോ ഇവിടെ നെയ്ത് വെച്ചിരിക്കുന്നത്. 1-2 അല്ല, ഒരുപാട് 7,000 രൂപയ്ക്കുണ്ട്. 7,000 രൂപയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് ക്വാളിറ്റി സാരികളാണ്. ഇതിന് എത്രയൊക്കെ വരും ഈ സാരിക്ക്? ഇത് സെക്കൻഡ് ക്വാളിറ്റി 4,000 രൂപ. ഇതിന് 4,000 രൂപ വരും. സെക്കൻഡ് ആണ്.
മറ്റതാണെങ്കിൽ 15,000 രൂപ ആവും. ഓ കണ്ടോ, ഇത് ഓരോരുത്തർ കൊണ്ടു തരുന്ന ഡിസൈൻസ് ആണ് ഇവിടെ അച്ചുകൾ വാരി കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അത്രത്തോളം സാരികൾ ഇവർക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇവിടെ തന്നെ കൊണ്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇത് അവാർഡ് കിട്ടിയ സാരിയുടെ ഡിസൈനാണ്. 2002 ഫസ്റ്റ് പ്രൈസ്. ഓ, ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സാരിയാണ്. ഗീതോപദേശത്തിന്റെ ഡിസൈനിന് ഇവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സാരിയാണ്. അവാർഡിലൊക്കെ പോയി. ഈ സാരി എത്ര രൂപയ്ക്ക് വിറ്റു? ഈ ഡിസൈനിലുള്ള സാരി 2002 2002 70,000 രൂപയ്ക്കാണ് ഈ സാരി വിറ്റുപോയത്. അത് സർക്കാരാണ് സർക്കാർ എടുത്ത. ആ ഡിസൈൻ കണ്ട ശിവനും പാർവതിയാണ്. ഇതിനൊക്കെ എത്ര വിലയുള്ള സാരിയായിരുന്നു? ഇത് അന്ന് 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയുടെ സാരിയുടെ ഡിസൈനാണ് ഈ ശിവനും പാർവതിയും. ഇതാണ് സാരിയുടെ ഫോട്ടോ. ഇത് എത്ര വർഷമാവും ഈ സാരി ചെയ്തിട്ട്? ഇത് 12 വർഷത്തിന് മുന്നേ ചെയ്ത സാരിയാണ്. അന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് പോയാണ്. ഇന്ന് ഇതിന് എന്ത് വില വരും? ഇന്നൊരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയാവുന്നു. ഗുജറാത്തിലെ ഒരു അമ്പലത്തില് വിഗ്രഹത്തിൽ ചേല അണിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈനിൽ ഇവിടെ സാരി ചെയ്തത്. ഇതുപോലെ ക്ഷേത്രങ്ങളിൽ ആവശ്യത്തിനായിട്ട് സാരികൾ ഓർഡർ വരാം. ക്ഷേത്രത്തിൽ എല്ലായിടും വരുന്നുണ്ട്, എല്ലായിടത്തും. പിന്നെ അവര് പല ആവശ്യങ്ങൾക്ക് ക്ഷേത്രത്തിലത്തേക്ക് നേരുമ്പോ നമ്മളെ നാട്ടിലുള്ള ഇതായിരുന്നാലും എവിടെ ആയിരുന്നാലും ഇവിടെ വരും, വന്ന് വാങ്ങിക്കൊണ്ട് പോകും. ഒറിജിനൽ സാരി തന്നെ സമർപ്പിക്കണമെന്ന് നേർച്ചയുള്ളവർ കാണുമല്ലോ. ഇപ്പോഴും ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് പെയ്യതേ ഉള്ളൂ. ധനകാര്യമന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ ഇവിടെ ഓർഡർ കൊടുത്തിട്ട് ചെയ്ത സാരിയാണ് കേട്ടോ. ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ടുണ്ട്. ഇതോ നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ, അവാർഡുകളൊക്കെ നോക്കിയേ. ഇതുപോലെ ഒരുപാട് അവാർഡുകൾ കൈത്തറി മേഖലയിൽ കിട്ടിയ ഒരാളും കൂടിയാണ് ഈ രാമചന്ദ്രൻ. ഞാൻ എന്തായാലും ഈ പുള്ളിയുടെ നമ്പർ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇവിടെ വരാവുന്നതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാലരാമപുരം ഉച്ചക്കട പൈറ്റുവിള എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങുന്നവരാണെങ്കിൽ ഇത് നോക്കി നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും.